ചുരുക്കി പറഞ്ഞേ. ഗാന്ധിജിനെ കൊന്നതാരാ? ആ ആരാ? ആരാ? ഗാന്ധിജിനെ കൊന്നതാരാ? ആരാ? പറയേ. ആ അല്ല ബിജെപിക്കാരോടാണ് ചോദ്യം. ബിജെപിക്കാരുടെ ചോദ്യം. അതിന് മറുപടി പറയണം ബിജെപിക്കാർ അല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാവൂ? ചർച്ചയൊന്നുമില്ല. ആ പിള്ളേര് പഠിക്കണം. പിള്ളേര് പഠിക്കണം. പഠിക്കണം. അത് ആ ചേട്ടൻ സങ്കടമുണ്ട്. ഓക്കെ ശരി ശരി. ആ പറഞ്ഞാട്ടെ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ KA ഉണ്ണികൃഷ്ണൻ വിജയിക്കും. അതിന്റെ കാരണം കേരളത്തിന് കഴിഞ്ഞ ഈ 56 മുതൽ കേരളം സംസ്ഥാന രൂപം കൊണ്ട് ഈ കാലയളവ് വരെ ഇവര് ഇടതും വലതും ഭരിച്ച് 4,72,310 രൂപ കടം ആക്കി വെച്ചാണ്. ഈ കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണം. ഈ കടക്കണിയിൽ നിന്ന് ഇന്നിപ്പോ കേന്ദ്രത്തില് രാജ്യത്തിന്റെ കടം എത്രയാ? എന്തോ രാജ്യത്തിന്റെ കടം? അല്ല, രാജ്യത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ പൊതുവായ കടം. എല്ലാ സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ കടം പൊതുവായ കടമാണ്. രാജ്യത്ത് ഇങ്ങനെ ഈ തരം ദുരവസ്ഥയില്ല. കേരളം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താണ്. എന്താ ആദ്യം പറഞ്ഞു 57,236 കോടി രൂപ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞു. നോണ പറഞ്ഞു. എന്തായി? ഇപ്പൊ കടത്തിനല്ല, ഇപ്പൊ കടം തരാൻ കിട്ടാനുള്ളതിനല്ല ഇവര് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവരെ മനുഷ്യച്ചങ്ങല നടത്തി. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലോട് അവഗണന കാണിക്കുന്നു എന്ന് നുണ പറഞ്ഞുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഇടതും വലതും ഈ കടക്കണികൾക്ക് ഉത്തരവാദിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവനും കടക്കണിയാണ്, കൊള്ളയടിച്ചാണ് ഇവർ രണ്ടു കൂട്ടരും. കരിമൽ കർത്താട് കഴിയുന്ന CPM വാങ്ങിയിരിക്കുന്ന മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകൾ മേടിച്ചാണ് മാസപ്പടി. ED അന്വേഷണത്തിൽ നമുക്കറിയാം. ഇലക്ട്രൽ ബോണ്ടോ? കരിമണൽ ഇലക്ട്രൽ ബോണ്ടോ? ഇലക്ഷൻ ബോർഡ് പറയാം. ഇലക്ഷൻ ബോർഡ് നീതിപൂർവം നിയമപരമായിട്ട് നടത്തിയ അഴിമതിയാണ്. രാഷ്ട്രീയ പാർട്ടികള് അഴിമതിയല്ല, നികുതി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി പണം വാങ്ങുന്നതാ. വിധിച്ചിട്ടില്ലല്ലോ. വിധിച്ചില്ല. ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കി. ഇലക്ഷൻ ബോർഡ് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. ഇലക്ട്രൽ ബോർഡ് ഇല്ലാതാക്കി. നിയമാനുസൃതമായ അഴിമതിയാണത്. ഇവിടെ കേരളത്തിൽ കരിമണ്ണൂര് സൊസൈറ്റികൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇടതുപക്ഷം കൊള്ളയടിച്ചത്. അവിടെ കണ്ടല തിരുവനന്തപുരം ഭാസുരാന്തരൻ. അതുപോലെ കേരളത്തിൽ ഇവിടെ ഈ അങ്കമാലിയിലെ അർബൻ സഹകരണ കേരളത്തിലെമ്പാടും മുഴുവൻ കൊള്ള നടത്തി കിടന്നതാണ് ഇടതിനും വലതിനും ഭരിക്കുന്ന സൊസൈറ്റികൾ മുഴുവനും. BJP ഭരിക്കുന്ന 2 സഹകരണ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ BJP ഭരിക്കുന്ന 2 സഹകരണ സ്ഥാപനമുണ്ട്. ഉണ്ടെന്ന് അവിടെ ഉണ്ട്. മോദിയുടെ ഗ്യാരണ്ടിയാണ് പുതിയ കേരളം. അങ്ങനെ പുതിയ കേരളം പടുത്തുയർത്തണമെങ്കിൽ BJP വരണം. ഉണ്ണികൃഷ്ണൻ വിജയിക്കണം. പറഞ്ഞോ ചുരുക്കി. എന്താ അങ്ങനെ സാധ്യത? സ്ഥാനാർത്ഥി യോഗ്യതയുണ്ട്, വിദ്യാഭ്യാസമുള്ള ആളാണ്. കഴിഞ്ഞ വിദ്യാഭ്യാസ മിനിസ്ട്രി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. മികച്ച വിദ്യാഭ്യാസ മന്ത്രി ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. കൂടാതെ എനിക്കൊരു ചോദ്യം UDF ചോദിക്കാനുണ്ട്. ഒരു ഡൗട്ടാണ്. കഴിഞ്ഞ 17 ലോക്സഭ ഇലക്ഷൻ പീരീഡില് 303 സീറ്റുകള് BJP നേരിടുന്നു. അപ്പൊ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചു. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഈ തവണ എന്തുകൊണ്ട് വയനാട് ചൂസ് ചെയ്തു? ഈ 303 ഒന്ന് ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നോ? കാരണം അങ്ങനെയാണെങ്കിൽ BJP ആയിട്ട് നേരിട്ട് മത്സരിക്കാഞ്ഞത് എന്താണ് അല്ലേ? അതാണ് ചോദ്യം. ഓക്കെ ആ ചോദ്യത്തിലേക്ക് വരാതിന് മുമ്പ് എന്താ നിലപാട്? നിർമ്മല സീതാരാമൻ പറഞ്ഞത് നയ പൈസ കേരളത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞത്. എന്നിട്ട് 13,600 കോടി കൊടുത്തോ? ഇപ്പൊ നെല്ല് സംബന്ധിച്ച് 10 ദിവസം കൊടുക്കാനാന്ന് പറഞ്ഞു. ഇപ്പൊ 200 കോടി കൊടുത്തോ? അപ്പൊ ഈ പറയുന്നത് BJP പറയുന്നത് നേരാണോ? ഓക്കെ കേരളത്തിൽ പണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷ് വളരെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ട്? മാഷ് ഇതിനു മുമ്പ് കൊടകര മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കൂടാരമായിരുന്ന ഒരു മണ്ഡലമാണ് കൊടകര. ആ മണ്ഡലത്തിൽ 2006 മത്സരിച്ച് കന്നി അംഗത്തിൽ തന്നെ 19,000 വോട്ടിന് ജയിച്ച ആളാണ് രവീന്ദ്ര മാഷ്. 2011 26,000 വോട്ടിന് ജയിച്ചു. 2016 39,000 വോട്ടിന് ജയിച്ചു. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. ഇത് ലോക്സഭാ മണ്ഡലമാണ്. അതെ ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അങ്കമാലിക്ക് ചാലക്കുടിക്ക് പാഴായ 5 വർഷക്കാലമാണ്. യാതൊരുവിധ വികസന പ്രവർത്തനവും അങ്കമാലിക്ക് നടത്തിയിട്ടില്ല. ഫണ്ട് മുഴുവൻ ചെലവഴിച്ചു. അവര് പറഞ്ഞിട്ട് കണക്കിലൊക്കെ പറയുന്നുണ്ട്. അങ്കമാലിൽ എടുത്തു കാണിക്കാൻ പറയുന്ന ഏതൊരു വികസനം പറയട്ടെ, എടുത്തു കാണിക്കാൻ പറയുന്ന മറ്റൊന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ കോവിഡ് സമയത്ത് ചെയ്തു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ ബൂത്ത് കമ്മിറ്റി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും അങ്കമാലിക്ക് നടപ്പാക്കിയിട്ടില്ല. ഇലക്ഷൻ കൺവെൻഷൻ സെന്ററിൽ ഈ വാക്സിൻ കൊണ്ടുവന്നില്ലേ? വാക്സിൻ കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നല്ലേ? അതെല്ലാവർക്കും MP യുടെ ഇടപെടലിലൂടെ അല്ലേ? അല്ലല്ല, അത് എല്ലാവർക്കും കൊടുക്കണമാണ്. അത് ഈ MP ആയാലും ഏത് MP ആയാലും കൊടുക്കണം.
അത് കൊടുത്തേ രാജ്യവ്യാപകമായി കൊടുക്കുന്നതാണ്. ചാലക്കുടിക്ക് മാത്രമുള്ളതല്ല. ശരി, എന്താ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ, മൈക്കോണ. ഞാൻ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ സി രവീന്ദ്ര മാഷ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം രവീന്ദ്ര മാഷ് മത്സരിക്കുമ്പോഴും അതിനുശേഷം ജയിച്ചാലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. കോൺഗ്രസിനെ പോലെ മനു അഭിഷേക് സിംഗ്വിയോടൊപ്പം ഇരുന്ന് ചായ കുടിച്ച് ഉച്ചയ്ക്ക് പോയി നിയമസഭയിൽ BJPക്ക് വോട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കെതിരായി ഉറച്ച ശബ്ദമാകുവാൻ പ്രൊഫസർ സി രവീന്ദ്ര മാഷിന് മാത്രമേ കഴിയുകയുള്ളൂ. BJP വിരുദ്ധ നിലപാടെടുത്ത MP അല്ലേ? അല്ലല്ല, BJP വിരുദ്ധ നിലപാട് എവിടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? STPയുടെ വോട്ട് നേടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വേണ്ടത് വെച്ചോര് അത് പറയുന്നത് 22 അത് 12 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയുടെ കൂടാരത്തിലാണ്. 100ഓളം വരുന്ന BJPയുടെ മുൻ MP മാർ, കോൺഗ്രസിന്റെ മുൻ MP മാർ ഇന്ന് BJPയിലാണ്. മുൻ MLA മാർ BJPയിലാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനെ എങ്ങനെയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക? നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല. അപ്പൊ നട്ടിലുള്ള കോൺഗ്രസ്സുകാരല്ല AK ആന്റണിയുടെ മകൻ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാല് ലീഡറുടെ മകൾ. അങ്ങനെയുള്ള കോൺഗ്രസിനെ എങ്ങനെയാണ് BJPയെയും RSSനെ നേരിടുവാൻ? അതാണ് ചോദ്യം. ഓക്കെ.